Hi friends, welcome to UC Max with Snehavil. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ക്ലോക്ക്. PSC എക്സാംസിന് മാത്രമല്ല SSC, ബാങ്ക് എക്സാം തുടങ്ങിയിട്ടുള്ള എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിലും ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം പ്രോബ്ലംസ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്ത് ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു രീതി. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഒരിക്കലും നമ്മൾ ആ രീതി ഫോളോ ചെയ്യില്ല. അവിടെ നമുക്ക് വേണ്ടത് വളരെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളതാണ്. നമുക്ക് ചോയ്സ് തന്നിട്ടുണ്ടായിരിക്കും, ഏറ്റവും പെട്ടെന്ന് ആ ചോയ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പിക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചില ഷോർട്ട് കട്ട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ആദ്യത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരിക്കും, അതിന്റെ മിറർ ഇമേജ് കാണാനുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ തന്നിട്ട് ടൈം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സമയം തന്നിട്ട് മിനിറ്റ് ഹാൻഡിന്റെയും അവർ ഹാൻഡിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. ഇത്തരം റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മിറർ ഇമേജ് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് മിറർ ഇമേജ് എന്നുള്ളത് നോക്കാം. മിറർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലോക്കിലെ സമയം, ഒരു ക്ലോക്ക് എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുന്ന സമയം എത്രയാണോ അതിനാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 9 മണി എന്ന് പറയുന്ന സമയം അത് നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്താവും, അത് റിവേഴ്സ് ഓർഡറിലാവും. ഇപ്പോൾ 9 മണി എന്നുള്ളത് റിവേഴ്സ് ഓർഡറിലായിട്ട് അത് എന്താവും, 3 മണിയാവും. ഇപ്പോൾ 9 മണിയുടെ മിറർ ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്, 3 മണിയാണ്. അതുപോലെ തന്നെ 4 മണി എന്ന് പറയുന്ന സമയം എടുക്കുകയാണെങ്കിൽ 4 മണിയുടെ മിറർ ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്, 8 മണിയാണ്. അപ്പൊ നമ്മളൊരു ക്ലോക്ക് ഒരു കണ്ണാടിയുടെ മുമ്പിൽ കാണിക്കുമ്പോൾ നമുക്ക് കാണുന്ന സമയം എത്രയാണോ അതിനെയാണ് നമ്മൾ മിറർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 മണി 4 മണി തുടങ്ങിയ സമയങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന സമയങ്ങൾ ഇപ്പൊ 8:25, 10:35 അത്തരം സമയങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിറർ ഇമേജ് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ക്ലോക്കിൽ ഒരു ചിത്രമൊക്കെ വരച്ച് നോക്കിയിട്ട് വേണം ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത് സമയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഫാസ്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഷോർട്ട് കട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇതിന്റെ ഉത്തരം പറയാൻ സാധിക്കും. അപ്പൊ മിറർ ഇമേജ് കാണാൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട 2 സമയങ്ങളാണ്. ആദ്യത്തെ സമയം എന്ന് പറയുന്നത് 11:60. 11:60 എന്ന് പറയുന്ന ഒരു സമയം. ഓക്കെ, രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് 23:60. 23:60 രണ്ട് സമയങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് 11:60, ഒന്ന് 23:60. 11:60 എന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണിയാണ്. 23:60 എന്ന് പറയുമ്പോൾ 24. ഒരു ഫുൾ ഡേ എടുക്കുമ്പോൾ ഉള്ള 2 സമയങ്ങളാണ് 11:60, 23:60. ഈ 2 സമയങ്ങളും നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മിറർ ഇമേജ് കാണാൻ സാധിക്കും. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് 10:35 എന്ന് പറയുന്ന സമയത്തിന്റെ മിറർ ഇമേജ് കാണാം. 10:35ന്റെ മിറർ ഇമേജ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ആ സമയം 11:60 മൈനസ് ചെയ്താൽ മതി. 11:60 10:35 മൈനസ് ചെയ്യും. 10:35 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടാം, 11:60 10:35 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1:25. അപ്പോൾ 10:35 എന്ന് പറയുന്ന സമയത്തിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്, 1:25 ആണ്. ഇനി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, നിങ്ങളൊരു ക്ലോക്ക് എടുക്കുക, അതായത് 10:35 എന്ന് പറയുന്ന സമയം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു മിററിന് മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 1:25 ആണ്. നമുക്ക് വേറൊരു സമയം നോക്കാം. 8:25ന്റെ മിറർ ഇമേജ് കാണണം. എന്ത് ചെയ്യണം, 11:60 എന്ന് പറയുന്ന സമയത്തിൽ നിന്ന് 8:25 മൈനസ് ചെയ്യും. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3:35 ആണ്. അപ്പൊ 8:25ന്റെ മിറർ ഇമേജ് എത്രയാണ്, 3:35 ആണ്. നമുക്ക് വേറൊരു സമയം നോക്കാം. 7:30ന്റെ മിറർ ഇമേജ് കാണാം. 7:30ന്റെ മിറർ ഇമേജ് കാണാൻ ഇതുപോലെ തന്നെ 11:60 നമുക്ക് 7:30 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 4:30 ആണ്. അപ്പൊ 7:30ന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്, 4:30 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മിറർ ഇമേജ് കാണുന്നത്. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 11:30ന്റെ മിറർ ഇമേജ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ 11:60 നിന്ന് 11:30 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 30 ആണ് കിട്ടുക. 30 എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് എന്ന് പറയുന്ന ഒരു സമയം ഒരു വാലിഡ് ആയിട്ടുള്ള സമയമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 23:60 നിന്നാണ് 11:30 മൈനസ് ചെയ്യേണ്ടത്. അതായത് 11 മണിക്ക് ശേഷം വരുന്ന സമയം, 11 മണി മുതൽ 1 മണി വരെ വരുന്ന സമയങ്ങളിൽ ഇതിനിടയ്ക്ക് വരുന്ന ഏത് സമയം വന്നാലും നമ്മൾ ചെയ്യേണ്ടത് 23:60 നിന്ന് മൈനസ് ചെയ്യും.
ഇപ്പൊ നമുക്ക് 11:30 ആണെന്ന് വിചാരിക്കാം. 11:30 മിറർ ഇമേജ് കാണണം. അപ്പൊ നമ്മൾ 23:60 നിന്ന് 11:30 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 12:30 ആണ്. അപ്പൊ 11:30 മിറർ ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്? 12:30 ആണ്. ഈ വേറൊരു സമയം നോക്കാം. അപ്പൊ 12:45 12:45 മിറർ ഇമേജ് കാണണം. അപ്പൊ 11 വലിയ സംഖ്യയാണ്. 11 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 23:60 നിന്ന് 12:45 മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 11:15 ആണ്. അതായത് 12:45 മിറർ ഇമേജ് എന്ന് പറയുന്നത് 11:15 ആണ്. അപ്പൊ മിറർ ഇമേജ് കാണുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 11:60 എന്ന് പറയുന്ന സമയവും 23:60 എന്ന് പറയുന്ന സമയം. അതായത് 1 മണി മുതൽ 11 മണി വരെ വരുന്ന ഏത് സമയം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? 11:60 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യണം. ഈ 11 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് വരുന്ന സമയമാണെങ്കിൽ എന്ത് ചെയ്യണം? 23:60 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് വേണം മൈനസ് ചെയ്യാൻ. അപ്പൊ ഈ രണ്ട് സമയങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിറർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും 15 സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ പറയാൻ സാധിക്കും. ഓക്കെ, ഇനി ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും എത്ര പ്രാവശ്യം കോയിൻസൈഡ് എന്ന് വെച്ചാൽ ഒന്നിന് മീതെ ഒന്നായിട്ട് വരിക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12 മണി എന്ന് പറയുന്ന സമയം എടുക്കാം. 12 മണിക്ക് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വരും. കോയിൻസൈഡ് ചെയ്യുന്ന സമയമാണ്. ഒരു ദിവസം ക്ലോക്കിൽ അങ്ങനെ എത്ര പ്രാവശ്യം കോയിൻസൈഡ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ദിവസം കോയിൻസൈഡ് ചെയ്യുന്ന എണ്ണം എന്ന് പറയുന്നത് 22 പ്രാവശ്യമാണ്. 22 പ്രാവശ്യം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കോയിൻസൈഡ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറാണ്. 24 മണിക്കൂറിന്റെ ഉള്ളിൽ 22 പ്രാവശ്യം കോയിൻസൈഡ്. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ എത്ര പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യും? 11 പ്രാവശ്യം. അതായത് 22ന്റെ പകുതി 11 പ്രാവശ്യം കോയിൻസൈഡ്. ചിലപ്പോൾ നമുക്ക് ചോദ്യം വരിക, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം കോയിൻസൈഡ് എന്നാണ്. 6 മണി മുതൽ 6 മണി വരെ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിന്റെ പകുതിയാണ്. 12 മണിക്കൂറാണ് വരിക. 12 മണിക്കൂറിനുള്ളിലാണെങ്കിൽ 11 പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യും. ഒരു ദിവസം 24 മണിക്കൂറിലാണെങ്കിൽ 22 പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യും. അപ്പൊ ആ നമ്പർ ഒന്ന് ഓർത്ത് വെക്കും. ഇനി അതുപോലെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർ ദിശയിൽ എത്ര പ്രാവശ്യം വരും? എതിർ ദിശയിൽ ഇതുപോലെ തന്നെയാണ്. 22 പ്രാവശ്യം എതിർ ദിശയിൽ വരും. ഓക്കെ, എതിർ ദിശയിൽ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 മണി എന്നൊക്കെ പറയുന്ന സമയം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർ ദിശയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് 22 പ്രാവശ്യമാണ്. ഒരു ദിവസം 22 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂറിലോ 12 മണിക്കൂറിലെ 11 പ്രാവശ്യം. ഇനി അതുപോലെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ എത്ര പ്രാവശ്യം വരും? നേർരേഖയിൽ വരുന്നത് 44 പ്രാവശ്യമാണ്. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 44 പ്രാവശ്യം നേർരേഖയിൽ വരും. അപ്പോൾ 12 മണിക്കൂറിലാണെങ്കിലോ 22 പ്രാവശ്യം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. കോയിൻസൈഡ് ചെയ്യുന്ന സമയം, അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം 22 പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യും. അതുപോലെ തന്നെ 22 പ്രാവശ്യം എതിർ ദിശയിൽ വരും. 44 പ്രാവശ്യം നേർരേഖയിൽ വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ക്ലോക്കുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു. താങ്ക് യു.